Good morning, children. Last class we had studied about different types of cells and what is tissues. Then what are tissues? Tissues are group of similar cells that have a common origin and perform specific function. Animal tissues and plant tissues are there. Animals tissues ഉണ്ട് പ്ലാന്റ്സിനും ടിഷ്യൂസ് ഉണ്ട്. സോ ആനിമൽസിലും പ്ലാന്റ്സിലും ഒരേ തരം ടിഷ്യൂസ് ആണോ ഉള്ളത്? അല്ല. സോ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഹാവ് ഡിഫറൻറ്റ് ഫങ്ഷൻസ്. സോ ഡിഫറെൻറ്റ് ടിഷ്യൂസ് ആർ സീൻ ഇൻ ദം. ഡിഫറെൻറ്റ് ടിഷ്യൂസ് ആണ് പ്ലാന്റ്സിലും ആനിമൽസിലും ഉള്ളത്. അതിൻ്റെ ഫോർ എക്സാമ്പിൾ ആനിമൽസിന് മൂവ്മെൻറ്റ് നന്നായിട്ടുണ്ട് അല്ലേ? പ്ലാന്റ്സിന് അതുപോലെ ഫോട്ടോസിന്തസിസ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഫങ്ഷൻ അനുസരിച്ച് അതിൽ കാണുന്ന ടിഷ്യൂസും വ്യത്യാസമായിരിക്കും. ടുഡേ വി ഹാവ് ടു സ്റ്റഡി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആനിമൽ ടിഷ്യൂസ്. ആനിമൽ ടിഷ്യൂസ് ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. They are epithelial tissue, nervous tissue, muscular tissue and connective tissue. So these are the different animal tissues. Epithelial tissue. Epithelial tissue ആദ്യം നോക്കാം. Epithelial tissue, this is the epithelial tissue. ഇതാണ് epithelial tissue. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻ എന്ന് വെച്ചാൽ കവറിങ് ആണ്. കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട്സ് ദ ബോഡി. നമ്മളുടെ ബോഡിയെ കവർ ചെയ്യുകയും പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ടിഷ്യൂ ആണ് എപ്പിത്തീലിയൽ ടിഷ്യൂ. നമുക്ക് ഈ ടിഷ്യൂ എവിടെയാണ് കാണുന്നത്? എപ്പിത്തീലിയൽ ടിഷ്യൂസ് ആർ സീൻ ഇൻ ദ ഡൈജസ്റ്റീവ് ട്രാക്ട്. അപ്പോൾ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലാണ് എപ്പിത്തീലിയൽ ടിഷ്യൂസ് കാണുന്നത്. എപ്പിത്തീലിയൽ ടിഷ്യൂ. അപ്പോൾ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇതിൻ്റെ അകത്ത് കവർ ചെയ്തിരിക്കുന്നത് മൗത്ത് തൊട്ട് റെക്റ്റം വരെയുള്ള ആ പാർട്ട് മുഴുവൻ കവർ ചെയ്തിരിക്കുന്നത്, ആ ഇന്നർ സൈഡ് കവർ ചെയ്തിരിക്കുന്നത് എപ്പിത്തീലിയൽ ടിഷ്യൂ കൊണ്ടിട്ടാണ്. അപ്പം ദെൻ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് എപ്പിത്തീലിയൽ ടിഷ്യൂ? ഒരു ഫങ്ഷൻ നമ്മൾ പഠിച്ചു അല്ലേ? കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട്സ് ദ ബോഡി. എപ്പിത്തീലിയൽ ടിഷ്യൂ കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട്സ് ദ ബോഡി. ആൻഡ് ഓൾസോ ഈ നമ്മളുടെ ഡൈജഷന് നടക്കുമ്പോൾ അബ്സോർബ് ചെയ്യുന്നു അല്ലേ? അബ്സോർപ്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നു. ആൻഡ് ഓൾസോ സെക്രീഷൻ, ചില സെക്രീഷൻസ് ഈ എപ്പിത്തീലിയൽ ടിഷ്യൂസ് പുറപ്പെടുവിപ്പിക്കുന്നു. സെക്രീഷൻസ് എന്ന് പറയുന്നത് എന്താണ്? സെക്രീഷൻസ് മീൻസ് നമ്മളുടെ വിയർപ്പ് ഒരു സെക്രീഷനാണ്, ചില എൻസൈംസ് ഒരു സെക്രീഷനാണ്, അതുപോലെ ചില ഹോർമോൺസ്. ഇതൊക്കെ എന്താണ്? സെക്രീഷൻസാണ്, നമ്മുടെ ബോഡിയിലെ സെക്രീഷൻസാണ്. അപ്പോൾ എപ്പിത്തീലിയൽ ടിഷ്യൂവിന് എന്തൊക്കെയാണ് ഫങ്ഷൻ ഉള്ളത്? എന്തൊക്കെ ഫങ്ഷനാണ് എപ്പിത്തീലിയൽ ടിഷ്യൂവിനുള്ളത്? പ്രൊട്ടക്ഷൻ, അബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷൻ അല്ലേ? പ്രൊട്ടക്ഷൻ ഉണ്ട് നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലും പിന്നെ സ്കിന്നിലും ഒക്കെ കാണും. അപ്പോൾ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. പ്രൊട്ടക്ഷൻ കവേഴ്സ് ദ ബോഡി ആൻഡ് ഓൾസോ അബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷൻ ഓഫ് ഡിഫറെൻറ്റ് സബ്സ്റ്റൻസസ്. ഇപ്പോൾ എൻസൈം, ഹോർമോൺ, സ്വെറ്റ് ഇതുപോലുള്ള സെക്രീഷൻസ് പുറപ്പെടുവിപ്പിക്കുന്നു. അപ്പോൾ ഇതാണ് എപ്പിത്തീലിയൽ ടിഷ്യൂ. മനസ്സിലായി? നെക്സ്റ്റ് നെർവസ് ടിഷ്യൂ. ദിസ് ഈസ് നെർവസ് ടിഷ്യൂ. നെർവസ് ടിഷ്യൂ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് നെർവ് സെൽ. നെർവ് സെൽ കൊണ്ടാണ് നെർവസ് ടിഷ്യൂസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ദിസ് ഈസ് സീൻ ഇൻ അവർ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. അപ്പം ബ്രെയിനിലും സ്പൈനൽ കോഡിലുമാണ് കാണുന്നത് ഈ നെർവസ് ടിഷ്യൂ. അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എന്തൊക്കെയാണ് ഫങ്ഷൻ. ബ്രെയിനിൽ കാണുമ്പോൾ കൺട്രോൾ ചെയ്യുന്നു അല്ലേ? കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. ബ്രെയിനിലാണ് മെയിനായിട്ട് കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഹെൽപ്സ് ടു റെസ്പോണ്ട് ദ ചേഞ്ചസ് ഇൻസൈഡ് ദ ബോഡി ആൻഡ് ഔട്ട്സൈഡ് ദ ബോഡി. നമ്മളുടെ ബോഡിയുടെ അകത്തുള്ള ചേഞ്ചസും അതുപോലെ പുറത്തുള്ള ചേഞ്ചസും നമ്മൾ അറിയുന്നത് ഏതിലൂടെയാണ്?
നെർവസ് ടിഷ്യൂസിലൂടെയാണ് അറിയുന്നത്. നെർവസ് ടിഷ്യൂസ് മനസ്സിലായോ? അപ്പോൾ അതിനെക്കുറിച്ച് ഇനി 10th കൂടുതലായിട്ട് പഠിക്കും. ന്യൂറോണിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ഫങ്ഷനും എല്ലാം. അപ്പോൾ ഇത്ര അറിഞ്ഞിരുന്നാൽ മതി. നെർവസ് ടിഷ്യൂ ഇസ് മേഡ് അപ്പ് ഓഫ് നെർവ് സെൽ. ദെൻ വാട്ട് ആർ ദ ഫങ്ഷൻസ്? Control and coordination, and also helps to respond the changes inside and outside the body. The next tissue is muscular tissue. This is the muscular tissue. മസ്കുലർ ടിഷ്യൂസ് എവിടെയാണ് കാണുന്നത്? മസിൽസിലാണ് കാണുന്നത് അല്ലേ? മസിൽസിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ബോഡിക്ക് കോൺട്രാക്റ്റ് ചെയ്യുക, നമ്മുടെ കൈ ഇങ്ങനെ മടക്കുകയും നോക്കുകയും ചെയ്യുക. പിന്നെ അതുപോലെ മൂവ്മെൻറ്റ് enables the movement of the body. നമ്മുടെ ബോഡിയുടെ മൂവ്മെൻറ്റ്, ബോഡി മൂവ് ചെയ്യുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ടിഷ്യൂ ആണ് ഏത്? മസ്കുലർ ടിഷ്യൂ. അപ്പോൾ എബിലിറ്റി ടു കോൺട്രാക്ട് ആൻഡ് റീഗെയിൻ ദ സ്റ്റേറ്റ് ആൻഡ് ഓൾസോ ഹെൽപ്സ് ടു മൂവ്മെൻറ്റ് ഓഫ് ദ ബോഡി. ബോഡിയുടെ മൂവ്മെൻറ്റിനും അതുപോലെ നമ്മുടെ കൈയും കാലും ഒക്കെ കോൺട്രാക്റ്റ് ചെയ്യാനും റിലാക്സ് ചെയ്യാനും അല്ലേ, കൈ മടക്കാനും നിവർക്കാനും ഒക്കെ സാധിക്കുന്നത് ഉള്ളത് കൊണ്ടാണ്? മസ്കുലർ ടിഷ്യൂസ് ഉള്ളത് കൊണ്ടാണ്. ദ നെക്സ്റ്റ് ടിഷ്യൂ ഈസ് കണക്റ്റീവ് ടിഷ്യൂ. ദിസ് ഈസ് കണക്റ്റീവ് ടിഷ്യൂ. ഇതാണ് കണക്റ്റീവ് ടിഷ്യൂൻ്റെ പിക്ചർ. ദർ ആർ 4 types ഓഫ് കണക്റ്റീവ് ടിഷ്യൂസ്. 4 തരത്തിലുള്ള കണക്റ്റീവ് ടിഷ്യൂസ് ഉണ്ട്. കണക്റ്റീവ് ടിഷ്യൂ എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് കണക്റ്റ് ചെയ്യുന്ന, ഇതിനേക്ക് നമ്മൾ കണക്റ്റ് ചെയ്യുന്ന പാർട്ടാണ് കണക്റ്റീവ് ടിഷ്യൂ അല്ലേ? ദർ ആർ 4 types ഓഫ് കണക്റ്റീവ് ടിഷ്യൂസ്. ദേ ആർ ബോൺ, കാർട്ടിലേജ്, ബ്ലഡ് ആൻഡ് ഫൈബ്രസ് ടിഷ്യൂസ്. അപ്പോൾ ഏതൊക്കെയാണ് കണക്റ്റീവ് ടിഷ്യൂ? 4 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ബോൺ, കാർട്ടിലേജ്, ബ്ലഡ് ആൻഡ് ഫൈബ്രസ് ടിഷ്യൂസ്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ബോണും കാർട്ടിലേജും കൂടെ ഒന്നിച്ച് പഠിക്കാം. ബോൺസ് നിങ്ങൾക്കറിയാം. ബോൺസ് നമ്മുടെ ഹാർഡായിട്ട് നമ്മുടെ ബോഡിയിൽ കാണുന്ന പാർട്ടാണ് ബോൺസ് അല്ലേ? ബോൺസ്, ദീസ് ആർ ദ ഡിഫറെൻറ്റ് ബോൺസ്. ബോൺസിൻ്റെ ഫങ്ഷൻസ് നമുക്ക് അറിയാം അല്ലേ? ഗീവ് പ്രൊട്ടക്ഷൻ ആൻഡ് ഗീവ് ഷേപ്പ് ടു അവർ ബോഡി and also protects many internal organs അല്ലേ? ഇൻറ്റേർണൽ ഓർഗൻസിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ബോൺസാണ്. ഇനി കാർട്ടിലേജ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? കാർട്ടിലേജ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ബോണിനെയാണ് നമ്മൾ കാർട്ടിലേജ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ഫ്ലെക്സിബിൾ ബോൺ. ഇതിനെയാണ് കാർട്ടിലേജ് എന്ന് പറയുന്നത്. നമ്മുടെ ഇയറിലൊക്കെ കാണുന്നത് ഫ്ലെക്സിബിൾ ബോണാണ്. നമുക്ക് ഇയർ ഇങ്ങനെ നന്നായിട്ട് മടക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ കുഞ്ഞുങ്ങളിൽ കാണുന്നതും എന്താണ്? കാർട്ടിലേജാണ്. ഈ കാർട്ടിലേജിൽ കാൽസ്യം ഡെപ്പോസിറ്റ് കൂടി വരുമ്പോഴാണ് എന്താകുന്നത്? അത് ഹാർഡായിട്ട് മാറുന്നത്. അപ്പോൾ ബോൺസും കാർട്ടിലേജും മനസ്സിലായി. കണക്റ്റീവ് ടിഷ്യൂവിലെ ബോൺസും കാർട്ടിലേജും നമുക്ക് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻ എന്താണ്? പ്രൊവൈഡ് സപ്പോർട്ട്, പ്രൊട്ടക്ഷൻ ആൻഡ് ഗീവ് ഡെഫിനിറ്റ് ഷേപ്പ് ടു അവർ ബോഡി. The next, blood tissue. Blood tissue നമുക്ക് നന്നായിട്ട് അറിയാം. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ബ്ലഡ് ടിഷ്യൂ? ബ്ലഡ് ടിഷ്യൂ ട്രാൻസ്പോർട്ട് റെസ്പിറേറ്ററി ഗ്യാസസ് ആൻഡ് ന്യൂട്രിയൻസ്. റെസ്പിറേറ്ററി ഗ്യാസസും ന്യൂട്രിയൻസും ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. റെസ്പിറേറ്ററി ഗ്യാസസ് അതായത് ബ്ലഡിലൂടെയാണ്. ബ്ലഡിന് ഒരുപാട് ഫങ്ഷനുണ്ട്. ബ്ലഡിലൂടെയാണ് ഓക്സിജൻ സെൽസിലേക്ക് എത്തുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ചു പോകുന്നു. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ന്യൂട്രിയൻസ് സെൽസിലെത്തുന്നതും ഒക്കെ ബ്ലഡിലൂടെയാണ്. പിന്നെ ബ്ലഡിനകത്തുള്ള WBC നമുക്ക് ഡിസീസ് ഒന്നും വരാതെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ദാറ്റ് ഈസ് പ്രൊവൈഡ് ഇമ്മ്യൂണിറ്റി. അപ്പോൾ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ബ്ലഡ്? ട്രാൻസ്പോർട്ട് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ് ആൻഡ് ന്യൂട്രിയൻസ് ആൻഡ് ഓൾസോ പ്രൊവൈഡ് ഇമ്മ്യൂണിറ്റി. Last one is fibrous tissues. Examples of fibrous tissue: ligaments and tendon. Ligaments and tendon. Ligaments connects bone to bone. This is the ligament. ബോണിനെ കണക്ട് ചെയ്യുന്നു. ലിഗമെൻറ്റ്സ് കണക്ട്സ്
bone to bone. Okay. Then another example is tendon. This is the tendon. Then tendon connects muscle to bone. മസിലിനെയും ബോണിനെയും കൂടെ കണക്ട് ചെയ്യുന്നത് ടെൻഡൻ. അപ്പോൾ ഫൈബ്രസ് ടിഷ്യൂസിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ലിഗമെന്റ്സ് ആൻഡ് ടെൻഡൻ. അപ്പോൾ വിച്ച് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂസ് ഏതൊക്കെയാണ്? നമ്മൾ പഠിച്ച പലതരത്തിലുള്ള കണക്റ്റീവ് ടിഷ്യൂസ് ഏതൊക്കെയാണ്? ബോൺ, കാർട്ടിലേജ്, ബ്ലഡ് ആൻഡ് ഫൈബ്രസ് ടിഷ്യൂ അല്ലേ? അപ്പോൾ വിച്ച് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂസ് ഏതൊക്കെയാണ് നമ്മളിത് പഠിച്ചത്? പഠിച്ച ടിഷ്യൂസൊക്കെ പറയൂ. എപ്പിത്തീലിയൽ ടിഷ്യൂ, nervous tissue, muscular tissues and connective tissue. You know the functions of each one. എല്ലാത്തിൻ്റെ ഫങ്ഷൻ അറിയാം. എപ്പിത്തീലിയൽ ടിഷ്യൂ എന്താണ് ചെയ്യുന്നത്, എവിടെയാണ് കാണുന്നത്, നെർവസ് ടിഷ്യൂവിൻ്റെ ഫങ്ഷൻ, then muscular tissues and connective tissues. Then one activity, write this activity in your science diary. Prepare an illustration including animal tissues and their function. Animal tissues in the function. Which are the different types of animal tissues? അതിൻ്റെ functions ഒക്കെ എഴുതുക. And draw the pictures, necessary diagrams in your science diary. Okay, thank you.